അമേരിക്കയും ഇറാനും പരസ്പരം പോരുവിളിക്കുമ്പോൾ നിലംപൊത്തുന്ന കെട്ടിടങ്ങളും അതിൽ മരിച്ചു വീഴുന്ന ജനങ്ങളും ലോകത്തിന്റെ തീരാനഷ്ടങ്ങൾ തന്നെയാണ്. ഈ യുദ്ധ സാഹചര്യത്തിൽ അതിജീവനത്തിന്റെ കഥ കൂടിയുണ്ട്. ഹോർമൂസ് കടലെടുക്ക് കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നപ്പോൾ ആഗോള വിപണിക്കേറ്റ ആഘാതം ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യൻ എണ്ണ ടാങ്കറുകൾക്ക് കടലെടുക്കു കടക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കുകയാണ് ഇന്ത്യ. പല കപ്പലുകളും ഹോർമൂസ് കടക്കാതെ തുടരുന്നതിനാൽ ഇപ്പോൾ ഇന്ത്യ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെ ഇന്ത്യ മരുന്നുകൾ കൈമാറിയതിന് ഇറാൻ സർക്കാർ നന്ദി അറിയിച്ചിരുന്നു. 21 ഇന്ത്യൻ ചരക്ക് കപ്പലുകളും ടാങ്കറുകളുമാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലുള്ളത്. ഈ കപ്പലുകൾക്കും ടാങ്കറുകൾക്കും ഹോർമൂസ് കടലിടുക്ക് വഴി വരുന്നതിന് ഇറാന്റെ അനുമതി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇറാനുമായുള്ള മാനുഷിക പരിഗണന എന്ന നിലയ്ക്കാണ് ഇറാനിയൻ റെഡ് ക്രസന്റിന് ഇന്നലെ സർക്കാർ മരുന്നുകൾ കൈമാറിയത്. രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് വന്നാൽ ഇന്ത്യക്കുള്ളിലെ LPG ഉൽപാദനം 40% കൂട്ടിയത് ആശ്വാസമാണെന്ന് സർക്കാർ പറയുന്നുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ പൈപ്പ് വഴിയുള്ള ഗ്യാസ് വിതരണം കൂടുതൽ മേഖലകളിലേക്ക് എത്തിക്കാൻ സർക്കാർ നീക്കം തുടങ്ങി. ഇന്ധന പ്രതിസന്ധിയോടൊപ്പം ഗതാഗതവും ഗൾഫ് മേഖലയിലെ യുദ്ധഭീതി മൂലം തടസ്സപ്പെടുകയാണ്. വിമാന സർവീസ് വെട്ടിക്കുറച്ചത് ടിക്കറ്റ് നിരക്കിനെയും ബാധിച്ചിരുന്നു. അതിനാൽ ആഭ്യന്തര സർവീസുകളിൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 60% സീറ്റെങ്കിലും അധിക ചാർജ് ഈടാക്കാതെ യാത്രക്കാർക്ക് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് DGCA നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഒരേ PNR-ലാണെങ്കിൽ എല്ലാ യാത്രക്കാർക്കും പരമാവധി അടുത്ത സീറ്റുകൾ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ആഗോള വിപണി ഇന്ധന പ്രതിസന്ധി മൂലം തകിടം മറഞ്ഞെങ്കിലും ഇറാൻ പുതിയ തന്ത്രമാണ് ഹോർമൂസ് കടലിടുക്കിൽ നടത്തുന്നത്. ലോകത്തിന്റെ ഊർജ്ജപാതയിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ ഇറാന്റെ നീക്കങ്ങൾ എല്ലാ രാജ്യങ്ങളെയും പ്രതികൂലമായാണ് ബാധിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങളിലെ സാമ്പത്തിക ഭദ്രത നിശ്ചയിക്കുന്നത് നിലവിൽ ഇറാനായി മാറിയിരിക്കുന്നു. ലോകം തന്നെ ഇറാന്റെ അടുത്ത നീക്കത്തെ ശ്വാസമടക്കി പിടിച്ചുകൊണ്ടാണ് വീക്ഷിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം വെറും 21 ടാങ്കറുകൾക്ക് മാത്രമാണ് ഈ ചെക്ക് പോസ്റ്റ് കടക്കാൻ ഇറാൻ അനുമതി നൽകിയത്. ആരെ കടത്തിവിടണം, ആരെ തടയണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇറാനാണെന്ന് വ്യക്തമാവുകയാണ്. എന്താണ് അതിൽ മാനദണ്ഡമാകുന്നതെന്ന് പരിശോധിക്കാം. ഇറാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ ചരക്കുകൾ മാത്രം സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയാണ്. ആഗോള ശക്തിയായ ചൈനയെ പോലും തങ്ങളോടൊപ്പം നിർത്താൻ ഇറാന് സാധിക്കുന്നുവെന്നത് അവരുടെ നയതന്ത്ര വിജയം തന്നെയാണ്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഹോർമൂസിൽ പച്ചക്കൊടി വീശി ഇറാൻ തന്റെ സൗഹൃദ രാജ്യങ്ങൾക്ക് വഴി തുറക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ നേരിട്ട് ഇറാനുമായി ചർച്ച നടത്തിയത് ഇറാന്റെ പ്രസക്തി എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയെ പോലൊരു വലിയ വിപണിയെ തഴയാതെ ഇന്ത്യൻ കപ്പലുകൾക്ക് നിബന്ധനകളോടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയത് പക്വതയാർന്ന നയതന്ത്രത്തിന്റെ ഭാഗമാണ്. ഒമാൻ ഉൾക്കടലിൽ 40ഓളം കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത് ഇറാന്റെ അനുമതിക്ക് വേണ്ടിയാണ്. എണ്ണവില കുതിച്ചുയരുമ്പോഴും ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇറാനെ അജയ്യനാക്കിയിരിക്കുകയാണ്. ലോകം തന്നെ ഇറാന്റെ മുന്നിൽ അനുമതിക്കായി കാത്തുനിൽക്കേണ്ടി വരുന്നത് യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. ഹോർമൂസ് കടലെടുക്ക് എന്ന് പൂർണ്ണമായി തുറക്കപ്പെടുമെന്ന് വ്യക്തമായിട്ടില്ല. ഈ ഉപരോധം ആഗോള വിപണിയിൽ എണ്ണക്ഷാമത്തിനും വിലക്കയറ്റത്തിനും വഴിവെക്കും. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇറാന്റെ അടുത്ത നയതന്ത്ര നീക്കം എന്താണെന്നാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ധന പ്രതിസന്ധിക്കപ്പുറം ലോകരാജ്യങ്ങളെ പിടിച്ചു കുലുക്കുകയാണ്. മനുഷ്യസമ്പത്തും ആയുധ സമ്പത്തും സാമ്പത്തിക മേഖലയും യുദ്ധ സാഹചര്യത്തിൽ തകിടം മറയുമ്പോൾ സമാധാനം അകലെയാവുകയാണ്.